രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം സർഗം 61. സമ്പാദി തൻ്റെ പൂർവ്വകഥ വാനരന്മാരോട് പറയുന്നതാണ് സന്ദർഭം. പണ്ട് എൻ്റെ സഹോദരനായ ജടായുവും ഞാനും കൂടി വേഗവും ശക്തിയും പരീക്ഷിക്കുവാൻ മേലോട്ട് പറന്നു. സൂര്യമണ്ഡലത്തിലെത്തിയപ്പോൾ ഞങ്ങൾ തളർന്നു. സൂര്യരശ്മികളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അവന് മുകളിൽ ഞാൻ ചിറകുകൾ വിരിച്ചു. ചിറകുകൾ കരിഞ്ഞ് ഞാൻ ഭൂമിയിൽ വീണു. ചിറകുകളോടെ അനുജനും നിലംപതിച്ചു. വിന്ധ്യാപർവ്വതത്തിന് മുകളിൽ അന്ധനായി വീണ ഞാൻ നിശാകരൻ എന്ന താപസൻ്റെ പുണ്യാശ്രമത്തിലെത്തി. മുമ്പ് എന്നെ അറിയാമായിരുന്നതുകൊണ്ട് മഹർഷി എന്നോട് ചോദിച്ചു, സമ്പാദി, നിൻ്റെ ചിറക് എങ്ങനെയാണ് കരിഞ്ഞു പോയത്? ഇതുവരെയുള്ള കഥാഭാഗങ്ങൾ നാം കേട്ടുകഴിഞ്ഞതാണ്. മുനീശ്വരൻ്റെ ചോദ്യത്തിനുത്തരമായി തൻ്റെ ചിറകുകൾ കരിഞ്ഞതെങ്ങനെ എന്ന് സമ്പാദി പറയുന്ന കഥാഭാഗം 61-ാം സർഗത്തിൽ വർണ്ണിക്കുന്നു. പിന്നെ ദുഷ്കരവും കഠിനവുമായ ആ സാഹസകൃത്യവും സൂര്യന് പിമ്പേ പോയതുമെല്ലാം ഞാൻ മുനിയോട് പറഞ്ഞു. ഭഗവൻ, മുറിവേറ്റവനും ലജ്ജ കൊണ്ട് തളർന്നവനും വിവശനുമായ എനിക്ക് വിസ്തരിച്ച് മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാനും ജടായുവും സ്പർദ്ധ കൊണ്ട് ഗർവം പൂണ്ട് മത്സരിച്ച് പരാക്രമം പരീക്ഷിക്കാനായി ആകാശത്തിൽ ഉയർന്നു പറന്നു. അസ്തമന പർവ്വതം വരെ സൂര്യനെ പിന്തുടരണം എന്ന് കൈലാസത്തിൽ മുനിമാരുടെ സമക്ഷം വാതുവെച്ചു. ഒരുമിച്ച് പറന്ന ഞങ്ങൾ ഭൂമിയിലെ ഓരോ നഗരങ്ങളെ രഥചക്രങ്ങളുടെ വലിപ്പത്തിൽ കണ്ടു. ചിലയിടത്ത് വാദ്യഘോഷങ്ങൾ കേൾക്കായി, ചിലയിടത്ത് ഭൂഷണഘോഷങ്ങളും കേട്ടു. രക്താംബരങ്ങൾ ധരിച്ച് ഗാനം ചെയ്യുന്ന അനേകം സ്ത്രീകളെ കണ്ടു. വേഗം ആകാശത്തിൽ പറന്നുയർന്ന് സൂര്യമാർഗത്തിലെത്തി. കാടുകൾ പച്ചപ്പുൽത്തട്ട് പോലെ കാണപ്പെട്ടു. പർവ്വതങ്ങൾ കൊണ്ട് കല്ല് പതിച്ചതുപോലെ ഭൂമി കാണായി. പുഴകളാൽ ഭൂമി നൂൽ ധരിച്ചതുപോലെ തോന്നി. ഭൂതലത്തിൽ ഹിമവാനും വിന്ധ്യനും മേരുപർവ്വതവും കയത്തിൽ ആനകൾ എന്ന പോലെ കാണപ്പെട്ടു. കഠിനമായ വിയർപ്പും ക്ഷീണവും ഞങ്ങൾക്കിരുവർക്കും ഉണ്ടായി. അതിനാൽ ഭയവും വ്യസനവും മൗഢ്യവും മോഹാലസ്യവും ഞങ്ങളെ ബാധിച്ചു. ലോകം മുഴുവനും കൽപ്പാന്തത്തിൽ പ്രളയാഗ്നിയാൽ വെണ്ണീറാക്കപ്പെട്ടതുപോലെയായിത്തീർന്നു. ദിക്കുകളൊന്നും അറിയാതെയായി. മനസ്സിൻ്റെയും സമനില തെറ്റി. വളരെ പണിപ്പെട്ട് സൂര്യനെ വീണ്ടും വീണ്ടും നോക്കി. സൂര്യൻ ഭൂമിയോളം വലുതായി കാണപ്പെട്ടു. എന്നോട് ചോദിക്കാതെ ജടായു ഭൂമിയിലേക്ക് താണു. അത് കണ്ട് ഞാനും താഴോട്ടിറങ്ങി. ഞാൻ ചിറകുകൊണ്ട് മറക്കയാൽ ജടായുവിന് പൊള്ളലേറ്റില്ല. സൂക്ഷ്മക്കുറവിനാൽ അവിടെ വെച്ചു തന്നെ ചുട്ടുകരിക്കപ്പെട്ടവനായി ഞാൻ വായുമാർഗത്തിൽ നിന്ന് താഴെ വീണു. ജടായു വീണത് ജനസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. ഞാനാകട്ടെ ചിറകുകൾ കരിഞ്ഞ് വിന്ധ്യാദ്രിയിൽ വീണുകിടക്കുന്നു. രാജ്യവും അനുജനും ചിറകുകളും പരാക്രമം നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെയെങ്കിലും മരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പർവ്വതശിഖരത്തിൽ നിന്ന് താഴോട്ട് വീണു. 61-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.